പ്രൈസ് ദി ലോർഡ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. യഥാർത്ഥമായ മാനസാന്തരം മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം ആദമിനെ വിളിക്കുന്നു. നീ എവിടെ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. ആദം ഹൗവമാർ പാപം ചെയ്ത് അവർ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം. പാപം മനുഷ്യനിൽ ഭയത്തെ കൊണ്ടുവരും. ഭയം മനുഷ്യനിൽ ഒളിച്ചോട്ടത്തെ കൊണ്ടുവരും. ഇന്നും മനുഷ്യർ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ നല്ലവനായി നടിക്കുന്നു. കുടുംബത്തിൽ മറ്റൊരാളായി ജീവിക്കുന്നു. സഭയിൽ നല്ല വിശ്വാസിയായി നടിക്കുന്നു. മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് നടിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നാട്യമൊന്നും വില പോകുകയില്ല. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അവിടെ നിന്ന് കർത്താവ് അറിയുന്നു. ഒരു സദ്വർത്തമാനം നിങ്ങളോട് കൈമാറട്ടെ. അവിടെ നിന്ന് കർത്താവ് നമ്മെ അന്വേഷിച്ച് വരുന്നു. വിധിപ്പാനല്ല, കുറ്റപ്പെടുത്തുവാനല്ല, നമ്മെ വീണ്ടെടുക്കുവാൻ. ഒളിച്ചിരിക്കാതെ ദൈവസന്നിധിയിലേക്ക് വരിക. പാപം പറയും ഒളിച്ചിരിക്കുവാൻ, ഭയം പറയും ദൈവത്തെങ്കിലേക്ക് പോകരുത് എന്ന്. കൃപ ഇന്ന് നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക. അവിടെ നിന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്ന്. ആയതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാട്ടെ. അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. അവിടെ നിന്ന് വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കരം കുറുകിയിട്ടില്ല. അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കണ്ണുനീരൊഴുകട്ടെ. അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കും. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തട്ടെ. അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. തിരുവചനപ്രകാരം നടക്കാം. തിരുവചനപ്രകാരം നമുക്ക് ജീവിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.